സാർ, ഞാനൊരു റിപ്പോർട്ട് വായിച്ചിരുന്നു. 65% വിമാന അപകടങ്ങളും സംഭവിക്കുന്നത് മനുഷ്യരുടെ തെറ്റ് കാരണമാണ്. 20% അപകടങ്ങൾ സാങ്കേതിക തകരാറ് മൂലവും എന്നാണ് ഈ പഠനങ്ങൾ പറയുന്നത് എന്നാണ് ഞാൻ വായിച്ചത്. അത് എത്രത്തോളം ശരിയാണ്? തീർച്ചയായും നമ്മൾ മനുഷ്യരാണ്, മനുഷ്യർക്ക് തെറ്റ് പറ്റാം. ആ കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. പക്ഷേ എന്നാലും ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, ഓട്ടോമേഷൻ നമ്മുടെ ഏവിയേഷൻ സെക്ടറിൽ ഓട്ടോമേഷൻ കൂടുന്നതനുസരിച്ച് പൈലറ്റ്സിൻ്റെ സ്കില്ല് ആക്ച്വലി കുറഞ്ഞു വരികയാണ്. കാരണം പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഫ്ലൈയിങ് കൂടുതലും മാനുവൽ ഫ്ലൈയിങ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഓട്ടോ പൈലറ്റ് വന്നു. ഓക്കെ, അങ്ങനെ ഓരോ കാര്യങ്ങൾ വരുന്നതനുസരിച്ച് പൈലറ്റ്സിൻ്റെ സ്കിൽ ആക്ച്വലി കുറഞ്ഞു വരികയാണ്. ഇന്നത്തെ കാലത്ത് ആക്ച്വലി നമുക്ക് പറയാം പൈലറ്റ്സ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ പോലെയുള്ളൊരു ജോലിയാണ്. എന്നാലും ലാൻഡിങ്ങും ടേക്ക് ഓഫും ഉണ്ട്, അതൊരു വേറൊരു കാര്യം. പക്ഷേ എത്രയും എയർക്രാഫ്റ്റ് സൊഫിസ്റ്റിക്കേറ്റഡ് ആകുന്നോ, ഇത് ഓരോ വർഷങ്ങൾ പോകുന്നതോട് കൂടി തന്നെ എയർക്രാഫ്റ്റ് സൊഫിസ്റ്റിക്കേറ്റഡ് ആയി വരും, പുതിയ കണ്ടുപിടുത്തങ്ങൾ വരും. ഓക്കെ, ആ സമയത്തെല്ലാം നമ്മൾ ആലോചിക്കേണ്ടവരാണ്. നമ്മളുടെ പൈലറ്റ്സിൻ്റെ സ്കില്ല് കുറഞ്ഞു വരും. കാരണം ആക്ച്വലി മാനുവൽ ഫ്ലൈയിങ് വളരെ കുറവായിട്ടാണ് ഇന്നത്തെ സിവിൽ ഏവിയേഷൻ സെക്ടറിലുള്ളത്. സാർ, നമ്മുടെ നിലവിലെ ഗതാഗത സംവിധാനത്തിൽ ഏറ്റവും സേഫ് ഉള്ളത് വിമാനമാണ്. പക്ഷേ ഈ വൈമാനികർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ എന്ത്? ഒരു മെയിൻ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് എല്ലാം പ്രോഫിറ്റാണ്. അപ്പം ഒരു കമ്പനിക്ക് തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കണം, അതാണ് അവരുടെ ഊഹം. അവർ പൈലറ്റ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നിന്നും സേഫ്റ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂ നിന്നും അധികം മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം ഉണ്ടെങ്കിൽ പോലും അധികം അവർക്കത് മനസ്സിലാകത്തില്ല. അപ്പം ഈവൻ DGCA നമ്മൾ നോക്കുകയാണെങ്കിൽ അവരും അണ്ടർ പ്രഷറാണ്. കൂടുതലും പ്രൈവറ്റ് കമ്പനീസ് അവരുടെ മേലിൽ ഒരുപാട് പ്രഷർ ഇടും. എങ്ങനെയെങ്കിലും അവർക്ക് അവരുടെ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് അവർക്ക് നഷ്ടമാണ്. അപ്പോൾ ഏത് വിധത്തിലും എങ്ങനെയെങ്കിലും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യിപ്പിച്ച് പോകാനേ പ്രൈവറ്റ് കമ്പനീസ് നോക്കുകയുള്ളൂ. നേരെ മറിച്ച് എയർ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇതിലായിരുന്നപ്പോൾ ഇത്രയും വലിയൊരു എങ്ങനെയെങ്കിലും ഫ്ലൈറ്റ് പൊക്കണം എന്നുള്ളൊരു കമ്പൽഷൻ ഇല്ലായിരുന്നു. ഓക്കെ, യെസ്, ഫ്ലൈയിങ് ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്തു അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് മാത്രമേ ഫ്ലൈറ്റ് പൊങ്ങാവുള്ളൂ എന്നുള്ളൊരു ഡിസിഷൻ എടുക്കാൻ അന്ന് പൈലറ്റ്സുമാർക്കും മാനേജ്മെൻറ്റിനും കഴിയുമായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനല്ല. കാരണം കൂടുതലും എല്ലാം പ്രോഫിറ്റ് മോട്ടീവ്സ് ആയതുകൊണ്ട്, പ്രൈവറ്റ് കമ്പനീസ് ആയതുകൊണ്ട് അവർക്ക് എന്ത് വിധത്തിലും ഈ ഫ്ലൈറ്റ് വിടണം. ഇപ്പോൾ പൈലറ്റുമാർ സപ്പോസ് ഒരു പൈലറ്റ് പറയുന്നു, ഇല്ല ഈ ഇത് റിപ്പയർ ചെയ്യാതെ ഞാൻ ഫ്ലൈറ്റ് എടുക്കില്ല എന്ന് പറയുകയാണെങ്കിൽ അവർ വേറൊരു പൈലറ്റിനെ കൊണ്ട് എടുപ്പിക്കും. ഈ പൈലറ്റിനെ ഒന്നുകിൽ ഗ്രൗണ്ട് ചെയ്യും അല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് പറഞ്ഞു വിടും. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ പൈലറ്റ്സ്മാർക്ക് വേറെ ഇതില്ല, അവർ ഇപ്പോൾ കമ്പനി പറയുന്നത് ചെയ്തേ പറ്റുള്ളൂ. ആ ഒരു ഇതാണ് പൈലറ്റ്സിൻ്റെ കാര്യത്തിൽ ഏറ്റവും പ്രശ്നമായിട്ട് ഇപ്പോൾ വരുന്നത്. സാർ, പലപ്പോഴും ഈ പക്ഷികൾ കാരണം വിമാനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. വിമാനം ഇറങ്ങാൻ വൈകി, പറന്നു വരാൻ വൈകുന്നു, പക്ഷി ശല്യം കൂടുതലാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പക്ഷികൾ എത്രത്തോളം ഡേഞ്ചറാണ് ഈ വിമാനങ്ങൾക്ക്? പക്ഷികൾ തീർച്ചയായും അപകടം ഉണ്ടാക്കും. എയർപോർട്ടിൻ്റെ ചുറ്റിനും ഇപ്പോൾ ഉള്ളത്, ഇപ്പോൾ തിരുവനന്തപുരം എയർപോർട്ടിൽ പോലും ഈ പക്ഷികളുടെ ശല്യം ധാരാളമുണ്ട്. അവിടെ സ്ലോട്ടർ ഹൗസസ് ഉണ്ട്. അപ്പം അതെല്ലാം ക്ലിയർ ചെയ്യുന്നതായിരിക്കും എയർപോർട്ടിന് എപ്പോഴും സേഫ്റ്റി. അപ്പോൾ അത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ അവിടെ ഒരുപാട് പക്ഷികൾ കാണും. വിമാനം പറന്ന് ഉയരുമ്പോഴും തിരിച്ചിറങ്ങുമ്പോഴും ഈ പക്ഷികളിൽ ഇടിക്കാനും അതുപോലെ ഈ പക്ഷികൾ എയർക്രാഫ്റ്റിൻ്റെ എഞ്ചിനകത്ത് പോകാനും സാധ്യതയുണ്ട്. ചെറിയ വിമാനങ്ങളാണെങ്കിൽ എഞ്ചിൻ ഫെയിലിയർ ആകാനുള്ള വളരെ ചാൻസ് ഉണ്ട്. നമുക്കറിയാം 2009 2 എഞ്ചിനും പോയ ഒരു എയർക്രാഫ്റ്റ് അമേരിക്കയിൽ മിസ്റ്റർ സളി, ഒരു എയർബസ് 320 വിമാനം പറന്നുയർന്നു. 2 എഞ്ചിനും ബേർഡ് സ്ട്രൈക്ക് കാരണം ഫെയിലായി. പുള്ളി ഹഡ്സൺ റിവറിൽ ആ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യിപ്പിച്ചു. അപ്പം പക്ഷികൾ തീർച്ചയായിട്ടും ഒരു വലിയ അപകടമാണ്. എന്നാലും 1-2 പക്ഷികളൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒരു വലിയ എയർക്രാഫ്റ്റായ 787 അല്ലെങ്കിൽ 777 അങ്ങനെ എയർക്രാഫ്റ്റ്, ഇതിനൊക്കെ വലിയ ടെർബോ ഫാൻ എഞ്ചിനാണ്, ബൈപ്പാസ് റേഷ്യോ ഉള്ള വലിയ ടെർബോ ഫാൻ എഞ്ചിൻസാണ്. അതിനധികം അപകടമൊന്നും സംഭവിക്കില്ലായിരിക്കും. പക്ഷേ ഒരു വലിയ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായും അത് പ്രശ്നമാണ്.